അപ്പോൾ നിങ്ങൾക്ക് ഒരു പാഷനുണ്ട്, ഒരു ഹോബി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ്സായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ വളരെ ദയനീയമായ പരാജയമായിരുന്നു. ആ ഡ്രസ്സൊക്കെയാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളുടെ ഇതിൽ നിന്ന് പെൺകുട്ടികളുടെ പ്രൊഫൈൽ വെച്ചിട്ട് ആൺകുട്ടികളാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ അത്രയും ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒത്തിരി പേര് എനിക്ക് ദിവസം ഒരു 2-3 കോൾസോ അല്ലെങ്കിൽ മെസ്സേജസോ വരുന്ന ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ടും വിളിക്കുന്നത് എൻ്റെ ചുരിദാർ മെറ്റീരിയൽ സെയിലിൻ്റെ വീഡിയോ കണ്ടിട്ടും പിന്നെ ഞാൻ ഈ ബൊട്ടിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ടും മെയിനായിട്ടും 2 ചോദ്യങ്ങളാണ് വരുന്നത്. ഒന്ന്, എനിക്കൊരു ബിസിനസ്, അതായത് അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്, അപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാം. രണ്ടാമത്തത്, അതെങ്ങനെ ചെയ്യും, ഓൺലൈൻ വഴിയായിട്ട് എങ്ങനെ ചെയ്യും. രണ്ടാമത്തത്, ഓൺലൈൻ ബിസിനസ് എങ്ങനെ ചെയ്യാം, ഓൺലൈൻ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യം. ഞാൻ ആദ്യത്തെ കാര്യം ഓൺലൈൻ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോണേ. ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നമ്മൾ ഓൺലൈനിൽ കൂടെ മാത്രം ചെയ്യുന്നൊരു സംഭവമല്ല. നമ്മുടെ നോർമൽ ബിസിനസ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു നോർമലായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ ഓൺലൈൻ മീഡിയ യൂസ് ചെയ്യാന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കടയുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോട്ടലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർവീസ് ഉണ്ട് എങ്കിൽ അതിനെ നിങ്ങൾക്ക് ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പ്രൊമോട്ട് ചെയ്യാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഇപ്പോൾ ഈ പറയുന്ന യൂട്യൂബ് തന്നെ അതിലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ സർവീസിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് അതിനകത്തെ മെയിൻ കാര്യം. അല്ലാതെ ഒരു ദിവസം രാവിലെ എണീറ്റ് നമുക്കൊരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ കുറേ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വിൽപ്പന നടക്കണമെന്നില്ല. അപ്പം ഞാൻ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് സെയിൽസ് ആൻഡ് സർവീസാണ് പറയുന്നത്. ഒന്ന് സെയിൽസ്, ഒന്ന് സർവീസ്. അപ്പോൾ അതിൽ സെയിൽസിൽ തുടങ്ങാം. ഇപ്പോൾ ചുരിദാർ മെറ്റീരിയൽ വീട്ടിലെടുത്ത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ കൂടുതലും പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെ പലരും തെറ്റിദ്ധരിച്ചത് നമുക്ക് വീട്ടിലിരുന്ന് വേറെ ആരുടെയും സഹായമില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങേണ്ട, ഓൺലൈൻ ഒരു പേജ് തുടങ്ങിയ ഉടനെ നമ്മുടെ വിൽപ്പന നടക്കും എന്നുള്ളതാണ് മിക്കവരും കരുതിയത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നടക്കാൻ യാതൊരു ചാൻസും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു പേജ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നു, എന്നിട്ട് അതിൽ നമ്മളുടെ കുറച്ച് ചുരിദാർ മെറ്റീരിയലോ സാരിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വിൽക്കാൻ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് വിറ്റ് പോകത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അൺലെസ് യു ഹാവ് അത്രയും ഫോളോവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വേണം. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും അത് വിറ്റ് പോകുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളാണ് കാര്യം. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജിലൊരു നല്ല ചുരിദാറിൻ്റെ അല്ലെങ്കിൽ സാരിയുടെ ഫോട്ടോ കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളത് വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ വാങ്ങിക്കാൻ മടിക്കും. കാരണം നിങ്ങൾക്ക് അറിയത്തില്ല ഇവരാരാ, എന്താ, അല്ലെങ്കിൽ ഈ കാണുന്ന പടത്തിലെ തന്നെ സാധനം നമ്മുടെ കൈ കിട്ടുമോ, നമ്മൾ അയച്ചാൽ നമ്മുടെ കാശ് അയച്ചു കഴിഞ്ഞാൽ ആ കാശ് ആ വഴിക്ക് പോവോ, സാധനം വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനം ആയിരിക്കും, ഒന്നും അറിയത്തില്ല. അപ്പോൾ റിസ്ക് എടുക്കണോ വേണ്ടതെന്ന് വെച്ചിട്ട് നിങ്ങളതങ്ങ് വേണ്ടാന്ന് വയ്ക്കും അല്ലേ. അതിനേക്കാളും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നേരിട്ട് പോയിട്ട് നോക്കി എടുക്കുക എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കും. നിങ്ങളുടെ ഫ്രണ്ടാണത്, ഒത്തിരി നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ഫ്രണ്ടാണ്. വെറുതെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കണം നിർബന്ധമില്ല. ഒത്തിരി വിശ്വാസമുള്ളൊരു ഫ്രണ്ടാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കും. അല്ലെങ്കിൽ ഒത്തിരി റിവ്യൂസ് അയാളുടെ ആ ഒരു പേജിൽ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി ഒന്ന് റിസ്ക് എടുക്കാം, ഇത്രയും പേരൊക്കെ നല്ല റിവ്യൂ കൊടുത്തതല്ലേ എന്ന് വെച്ചിട്ടും വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ വാങ്ങിക്കും ആൾക്കാർ. അപ്പോൾ അതാണ് അതിനകത്തെ കാര്യം. നമ്മൾ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ വാങ്ങിക്കാൻ നമുക്ക് കുറച്ചും കൂടെ ധൈര്യമുണ്ട്. കാരണം നമുക്ക് അതിന് റിട്ടേൺ പോളിസി ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ ഓപ്ഷനുണ്ട്, നമുക്ക് റിട്ടേൺ കൊടുക്കാം, പൈസ തിരിച്ച് കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തിരി റെപ്യൂട്ടഡ് ആയതുള്ളതുകൊണ്ട് നമ്മളത് വാങ്ങിക്കാൻ നമുക്ക് വലിയ മടി കാണത്തില്ല. നമുക്ക് അത്രയും ഒരു റിസ്ക് ഇല്ല. പക്ഷേ ഇതൊരു റിസ്കി സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു പ്രോഡക്റ്റ് ഇട്ടെന്ന് വെച്ചിട്ട് ആൾക്കാർ വാങ്ങിക്കാൻ വരത്തില്ല. അപ്പോൾ അതിന് മെയിനായിട്ടും സെയിൽസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ
ചുരിദാർ മെറ്റീരിയൽ ആയാലും സാരി ആയാലും വേറെ എന്ത് പ്രോഡക്റ്റ് ആയാലും നിങ്ങൾക്ക് റിയൽ കസ്റ്റമേഴ്സ് വേണം. അതിന് നിങ്ങൾക്ക് ഒത്തിരി കോണ്ടാക്ട്സ് വേണം. അത്യാവശ്യം നല്ല കോണ്ടാക്ട്സ് ഉള്ള സമയത്താണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എൻ്റെ തന്നെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ ചുരിദാർ മെറ്റീരിയൽ സെയിൽ ചെയ്തത് ഞാൻ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അന്നേരം ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് വീട്ടിൽ നിന്നെടുത്ത് അവരുടെ ഫ്രണ്ടിൽ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് അത് വിൽപ്പന നടന്നത്. സംഭവം നല്ല സക്സസ് ആയിരുന്നു. പക്ഷേ 2ാമത്തെ തവണ വാങ്ങിച്ചു. ഞാൻ വീട്ടിലിരിക്കുകയാണ്, ജോലിയെല്ലാം നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുകയാണ്. ആ ടൈമിൽ വെറുതെ ഓൺലൈനിൽ ഒരു പേജ് തുടങ്ങി ഞാൻ ഇതിട്ടു. എൻ്റെ ഫ്രണ്ട്സ് അതേ ഫ്രണ്ട്സ് തന്നെയാണ് ഫേസ്ബുക്കിലും ഉള്ളത്. പക്ഷേ ഇവർ വാങ്ങിച്ചില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അത് നല്ലതായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് വാങ്ങിക്കുന്ന കണക്കല്ല ഓൺലൈൻ വഴി വാങ്ങിക്കാൻ ആൾക്കാരൊന്ന് മടിക്കും. അപ്പോൾ അത് 2ാമത്തെ വളരെ ദയനീയമായ പരാജയമായിരുന്നു. ആ ഡ്രസ്സൊക്കെയാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇതുപോലത്തെ മെറ്റീരിയൽ സെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് റിയൽ ആയിട്ട് കസ്റ്റമേഴ്സ് വേണം, നല്ല കോണ്ടാക്ട്സ് വേണം. നമുക്ക് ഒത്തിരി നല്ല ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട് എന്ന് വെച്ചിട്ട് ഇവരെല്ലാം നമ്മുടെ സാധനം വാങ്ങിക്കണമെന്നും ഒരു നിർബന്ധമില്ല. ഒത്തിരി പേര് കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി സാധനം വാങ്ങിച്ചു വെച്ചു, ആരും വാങ്ങിച്ചില്ല എന്ന്. അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം വാങ്ങിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വളരെ കുറച്ചെടുത്ത് വാങ്ങിച്ചിട്ട് അവരുടെയൊക്കെ എടുത്ത് കൊണ്ടുപോയി കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വേണം. നമ്മൾ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഞാനിപ്പോൾ ഇവിടെ വീട്ടിലിരിക്കുകയാണ്, എനിക്ക് ഈ ചുറ്റോട്ടമുള്ള അധികം ആൾക്കാരെ ഒന്നും പരിചയമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചുരിദാർ മെറ്റീരിയൽ എടുത്ത് വെച്ചെന്ന് വെച്ചാൽ സെയിൽ പോവോ? ഇല്ല. അപ്പോൾ അതാണ്, കോണ്ടാക്ട്സ് വേണം. എന്നിട്ട് ഇതിനെ നമുക്ക് സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാം. എങ്ങനെയാണ്? ഈ മേടിക്കുന്ന റിയൽ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, ഇവരോടെല്ലാം നമ്മളൊരു പേജ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരോടൊക്കെ ഇതിൻ്റെ റിവ്യൂസ് ഇടാൻ പറയാം. ഇവരോടൊക്കെ ഈ പേജ് ലൈക്ക് ചെയ്യാൻ പറയാം, പേജ് ഷെയർ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺടെസ്റ്റ് ഒക്കെ നടത്താം. അപ്പം എന്നാണ്, ഇവർ ഓൺലൈൻ കസ്റ്റമേഴ്സായിട്ട് മാറാണ്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഇവരുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലുള്ള ആ ഫ്രണ്ട്സ് ഈ ഒരു പേജ് കാണും. അപ്പോൾ ഇവരൊക്കെ റിവ്യൂ ഇട്ടേക്കുന്ന കാണുമ്പോൾ അവരോട് വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട് സാധനം, എങ്ങനെയുണ്ട്, കൊള്ളാവോ. പിന്നെ അത്രയും ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോസും അത്രയും നല്ലൊരു റീസണബിൾ റേറ്റുമാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെയിൽ നടക്കും. അതാണ് ഓൺലൈൻ വഴി നിങ്ങൾക്ക് സാധനം വിൽക്കാനുള്ള ഒരേ ഒരു മാർഗം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി 2ാമത്തെ കാര്യം, എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു ഐഡിയ പറഞ്ഞു തരാം. അങ്ങനെ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തരാനില്ല. കാരണം ഓരോരുത്തരുടെയും ഇഷ്ടം എന്താണ്, ഓരോരുത്തരുടെ ഹോബി എന്താണ്, ഓരോരുത്തരുടെ പാഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയത്തുള്ളൂ. അപ്പോൾ അതിനെ നിങ്ങൾ ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ വേറൊരാളോട് അഭിപ്രായം ചോദിച്ചിട്ട് തുടങ്ങേണ്ട ഒരു കാര്യമല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യമാണ്. അപ്പം നിങ്ങൾ തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണത്. അപ്പം അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്കിപ്പോൾ എന്ത് ഹോബി ഉണ്ടോ, എന്ത് പാഷനുണ്ടോ, കൊച്ച് TV വെച്ചേക്കാണ്, അതുകൊണ്ട് ഇത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാഷനുണ്ട്, ഒരു ഹോബി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ബിസിനസ്സായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യുമായിരിക്കും, നിങ്ങൾ നന്നായിട്ട് എംബ്രോയ്ഡറി ചെയ്യുമായിരിക്കും, നിങ്ങൾ നന്നായിട്ട് തയ്ക്കുമായിരിക്കും. ഇനി ഇത് ബാക്കിയുള്ളവർ അറിയണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണെങ്കിൽ തന്നെ അറിയണമല്ലോ നിങ്ങളിത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എങ്കിലല്ലേ ഒരു ചുരിദാറെങ്കിലും ഒന്ന് തയ്ച്ച് ആയോ എന്ന് ചോദിച്ചിട്ട് അവരിങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങളിൽ തന്നെ അങ്ങ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. തയ്ക്കാൻ അറിയാവോ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ അറിയാവോ, എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാവോ, കുക്ക് ചെയ്യാൻ അറിയാവോ, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിലും അല്ലാതെ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കൂടുന്ന സമയത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാം. ഫുഡ് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വരുന്ന വിരുന്നുകാർക്ക് അത്രയും നല്ല അടിപൊളി ഡിഷസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ എംബ്രോയ്ഡറി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർ സ്വന്തം ഡ്രസ്സിൽ, പിള്ളേരുടെ ഡ്രസ്സിൽ അല്ലെങ്കിൽ അനിയത്തിക്കും ചേച്ചിക്കും ഒക്കെ തയ്ച്ചിട്ട് കൊടുക്കുക, അമ്മയ്ക്കും ഒക്കെ തയ്ച്ചിട്ട് കൊടുക്കുക. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കണം ഇത് ആരാ ചെയ്തതെന്ന്. ആ രീതി ചെയ്യണം, അല്ലാതെ ആർക്കോ വേണ്ടി ചെയ്യരുത്. ഇപ്പം എനിക്ക് ഈ ഒരു ഓൺലൈൻ വഴിയായിട്ട് നമുക്കൊരു ചെറിയ ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മെയിനായിട്ടും എൻ്റെ പിള്ളേർക്ക് ഞാൻ ഈ ഫ്രോക്ക് തയ്ക്കുന്ന കണ്ടിട്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയതാണ്. അത്ര വലിയ സംഭവമൊന്നുമല്ല, എങ്കിലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കുന്നത് ഓക്കെ ഇവർക്ക് ഇങ്ങനൊരു കഴിവുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ കൊച്ചിൻ്റെയും കൂടി ഇവളുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കാം എന്നൊരു ഇതിലേക്ക് വരുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ
നിങ്ങൾ ബാക്കിയുള്ളവർ നിങ്ങളതൊന്ന് എന്താണ് അതൊന്ന് പ്രദർശിപ്പിക്കുക. അങ്ങനെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണോ പറയുന്നത്? നിങ്ങളതൊന്ന് എക്സിബിറ്റ് ചെയ്യുക. അതായത് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം എന്ന് അറിയിക്കുക. അതിന് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ബേസ് ഉണ്ട്. എങ്കിൽ പോലും ഞാനൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഏതുകൊണ്ട് 2 വർഷം കഴിഞ്ഞിട്ട് പോലും അതിൽ 2000 ശിഷ്ടം ലൈക്സ് ഫോളോവേഴ്സേ ആയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം വളരെ പതുക്കെയാണ് അതിൻ്റെ ഗ്രോത്ത് വരുന്നത്. പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് എല്ലാവരും കൂടെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യത്തൊന്നുമില്ല. അവർക്ക് അതിന് മാത്രം ഒരു ക്യാച്ചിങ് ആയിട്ടുള്ളൊരു സംഭവം തോന്നിയാൽ മാത്രമേ അവർ ലൈക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ ലൈക്ക് ചെയ്താലേ അതിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് ബിസിനസ് കിട്ടി തുടങ്ങുന്നതിന് മുന്നേ ഇപ്പം ഞാനൊരിക്കലും ഒരു റിയൽ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നല്ല നമ്മുടെ ഓൺലൈൻ ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്തത്. അത് എൻ്റെ പിള്ളേരുടെ ഡ്രസ്സ് ഞാൻ തയ്ച്ചിട്ട് ഇവരുടെ ഫോട്ടോ എടുത്ത് ഈ പേജിൽ അങ്ങോട്ട് ഇട്ടു. അങ്ങനെ ഒത്തിരി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഓർഡർ വരാൻ തുടങ്ങിയത്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വേറൊരു രീതിയാണ്. എനിക്ക് പരിചയമുള്ള ആൾക്കാരൊന്നുമല്ല എനിക്ക് ഓർഡേഴ്സ് തന്നത്. എല്ലാവരും ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരാണ് എനിക്ക് ഓർഡേഴ്സ് തന്നത്. മിക്കവാറും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സാണ്. അവർ പോലും അറിഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് വന്നേക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ ഹോബീനെ നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു മീഡിയയിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ പടങ്ങൾ, അതിൻ്റെ വീഡിയോസൊക്കെ ഇടാം. എന്നിട്ട് നിങ്ങൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ള രീതിയിൽ ക്യാപ്ഷനും കൊടുക്കുക, അല്ല ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ചിലർക്ക് ഫോൺ നമ്പർ കൊടുക്കാനൊക്കെ ഒത്തിരി പേടിയാണ്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്ന്. അങ്ങനെ പേടിയുള്ളവർ ഒരു സെക്കൻഡറി നമ്പർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കോൾ വരട്ടെ. പിന്നെ എനിക്ക് റീസെൻ്റ്ലി ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് ചുരിദാർ മെറ്റീരിയലിൻ്റെ സെയിലിന് വേണ്ടിയിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതുവരെ അതിന് അക്കൗണ്ടും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ തുടങ്ങിയിട്ട് പെൺകുട്ടികളുടെ ഇതിൽ നിന്ന് പെൺകുട്ടികളുടെ പ്രൊഫൈൽ വെച്ചിട്ട് ആൺകുട്ടികളാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ അത്രയും നമ്മൾ അതൊക്കെ എന്താണ് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിച്ചിട്ട് വേണം ഇതിലേക്കൊക്കെ ഇറങ്ങാനായിട്ട്. നമുക്ക് അത്രയും ഒരു റിസ്ക്കി ആയിട്ടുള്ളൊരു സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മളൊരു പേജ് തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു പ്രൊഫൈൽ ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു വിശ്വാസം അങ്ങ് കുറയും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഒത്തിരി ഒരു വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഇങ്ങനത്തെയൊക്കെ റിസ്ക് ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. വേറൊരു സെക്കൻഡറി നമ്പർ വയ്ക്കുക. അപ്പോൾ നമുക്ക് റിസ്ക് വളരെ കുറവായിരിക്കും. നമ്മുടെ പേഴ്സണൽ നമ്പർ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ അതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ കഴിവുകൾ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാക്കി കൊണ്ടുവരിക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കത്തെ വലിയ വേറെ എന്തെങ്കിലും ഒരു സംഭവമല്ല. അതിന് വേണ്ടിയിട്ട് വേറൊരാൾക്ക് പൈസ കൊടുത്ത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു പേജ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അതിനൊന്നും എക്സ്ട്രാ പൈസ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒരു പേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ടും ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോ അതവർ തരാൻ റെഡി ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുക. അവരുടെ റിവ്യൂസ്, നല്ല അഭിപ്രായങ്ങളൊക്കെ വാങ്ങിക്കുക. അതൊക്കെ നമുക്ക് റിട്ടേൺ ഫോമാറ്റിലുണ്ടെങ്കിൽ നമ്മളത് കാണിക്കുക. നമ്മുടെ ആ ഒരു ഇതിൽ ഒരു പ്രൊമോഷൻ ബേസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാം. പിന്നെ ഉള്ളത്, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട്, ഇപ്പം നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഓർഡറെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു സക്സസ് തന്നെയാണ്. മനസ്സിലായില്ലേ? വീട്ടിലിരിക്കുന്ന ഒരാൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഓർഡർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഓക്കെ ഞങ്ങൾക്ക് അടുത്തൊരു ടീ പാർട്ടി ഉണ്ട്, നിങ്ങൾ ഇന്ന ഫുഡൊന്ന് അറേഞ്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിജയമാണ്. അതുപോലെ എനിക്ക് എൻ്റെ ഈ ഡ്രസ്സിൽ ഇതൊന്ന് എംബ്രോയിഡറി ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വിജയമാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് അത് ഒത്തിരി വലിയൊരു വിജയമാണ്. പോസിറ്റീവായിട്ടിരിക്കുക. ഒത്തിരിയും ചെയ്തിട്ട് ആരും വിളിക്കുന്നില്ല അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇല്ല. വരും എന്നുള്ള മെൻറ്റാലിറ്റിയിൽ തന്നെ ഇരിക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും വിജയിക്കും.
പിന്നെ ഞാൻ പറയട്ടെ, ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചോണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്ന് തോന്നുന്നില്ല. ഈ ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസ് തപ്പി വരുന്നവരായിരിക്കാം ഇതൊക്കെ കാണുന്നതും ചോദിക്കുന്നതും ഒക്കെ. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, ഞാൻ ബിസിനസ് റിലേറ്റഡ് കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചുരിദാർ മെറ്റീരിയൽ നമുക്ക് എങ്ങനെ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് എനിക്ക് ആ ബിസിനസ് ഇപ്പോൾ ഇല്ല. അതിന് റിലേറ്റഡ് ഞാനൊരു 4-5 വീഡിയോസ്, 5ഓളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് വീട്ടിലിരുന്ന് ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്തത്, അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ബൊട്ടിക് സ്റ്റോറി സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10-12 വീഡിയോസിൻ്റെ ഒരു സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.